അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി ഗോപികൾ ചിത്തം വാടി കണ്ണനെ തേടി തേടി 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 രാമന്റെ വർണ്ണം കൂടി കൃഷ്ണമേഘത്താൽ മൂടി 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 കാരുണ്യ ഗംഗ ചാടി കാളിന്തി നൃത്തമാടി 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 ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗീത തൻ പൊൻ കണ്ണാടി ശാന്തി തൻ പുഷ്പവാടി ഗീത തൻ പൊൻ കണ്ണാടി ശാന്തി തൻ പുഷ്പവാടി ഗീത തൻ പൊൻ കണ്ണാടി ശാന്തി തൻ പുഷ്പവാടി തൻ പൊൻ കണ്ണാടി ശാന്തി തൻ പുഷ്പവാടി നമ്മള് രണ്ടും കൂടി കൃഷ്ണാനന്ദം തലോടി നമ്മളിൽ രണ്ടും കൂടി കൃഷ്ണാനന്ദം തലോടി ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി സജ്ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി ജനങ്ങൾക്കു മോടി ദുർജനങ്ങൾക്കു പേടി വേദത്തിൻ പ്രാണനാടി ശ്രീരാധാകൃഷ്ണ ജോഡി വേദത്തിൻ പ്രാണനാടി ശ്രീരാധാകൃഷ്ണ ജോടി വേദത്തിൻ പ്രാണനാടി ശ്രീരാധാകൃഷ്ണ ജോഡി വേദത്തിൻ പ്രാണനാടി ശ്രീരാധാകൃഷ്ണ ജോടി ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ
കോടി മോഹന സ്വപ്നം ചൂടി മാമകചിത്തം കോടി മോഹന സ്വപ്നം ചൂടി മാമകചിത്തം കോടി മോഹന സ്വപ്നം ചൂടി സംസാരിയെ വിട്ടോടി സംസാര കുണ്ടിൽ ചാടി സംസാരിയെ തോടി സംസാരത്തുണ്ടിൽ ചാടി സംസാരിയെ വിട്ടോടി സംസാരത്തുണ്ടിൽ ചാടി സംസാരിയെ വിട്ടോടി സംസാരത്തുണ്ടിൽ ചാടി സംസാരിയെ വിട്ടോടി സംസാരത്തുണ്ടിൽ ചാടി സംസാരിയെ വിട്ടോടി സംസാരത്തുണ്ടിൽ ചാടി ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ 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 ഗോപാല രാധാരമണ ഗോപാല രാധാരമണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ 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 കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ശ്രീഗുരോ ചരണം ഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ലോകാനന്ദവിധായിനിയായ ജഗദംബിക കംസന്റെ മുമ്പിൽ ആവിർഭവിച്ച കംസനെ താക്കീത് ചെയ്ത് അവിടെ നിന്ന് മറിഞ്ഞു. ദുർഗാ ഭഗവതിയെ താൻ പകരമായി കൊടുക്കായി ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണം. ഈ ദുർഗാദേവിയെ ഭഗവാന്റെ മായാവൈഭവങ്ങളെല്ലാം ലോകത്ത് അങ്ങനെ നടത്തി ദുർഗയും ഭദ്രകാളിയും വിജയും വൈഷ്ണവിയും മാധവിയും കൃഷ്ണയും കുമുദയും ചണ്ഡികയും എല്ലാമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ജഗദംബികയെ അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് നന്ദർക്കും യശോദയ്ക്കും ഭഗവാനെ ഇങ്ങോട്ട് കിട്ടിയത്. കൃഷ്ണനെ കിട്ടാൻ ദുർഗയെ ആരാധിക്കുകയാണ് അത്രേ വേണ്ടത്. കംസൻ എന്തായാലും അത് ചെയ്തു, കാലു പിടിച്ചു. ദുർഗാദേവിയാണെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ ദേവിയുടെ കാലു പിടിച്ചു. കംസൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. രക്ഷമ ശ്രീയാഗമ സമ്പ്രദായ നിപുണേ ശ്രീ
എന്ന് പറഞ്ഞിട്ടാണോ കാല് പിടിച്ച്? അതൊന്നല്ല, കൊല്ലാനാണ് പുറപ്പെട്ടത്. ആ കാല് പിടിച്ച് അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോഴും ദേവി കാരുണ്യത്തോടു കൂടിയിട്ട് അങ്ങനെ അനുഗ്രഹിക്കാൻ തയ്യാറായി. തവാന്തകൻ ഭൂമി തലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. ഇങ്ങനെയുള്ള ദേവിയുടെ വാക്ക് കേട്ടപ്പോ കംസൻ പിന്നെ എല്ലാ ദിക്കിലും അന്തകൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. തൻ്റെ ബന്ധുക്കൾ കൂട്ടുകാരെയൊക്കെ പറഞ്ഞയച്ച് ഒടുക്കം അവരുടെ ദുഷ്പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദഗോകുലത്തിൽ കൃഷ്ണാവതാരത്തിൻ്റെ ആഘോഷമാണ്. ഒരുപാട് കാലം കാത്തിരുന്ന ഒരു കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷമാണ് അവർക്കൊക്കെ. നന്ദഗോപര് ധാരാളം ദാനം ചെയ്യുന്നു. ഗോപസ്ത്രീകളും ഗോപന്മാരൊക്കെ പല പല ഉപായനങ്ങളും കൊണ്ട് ഓടി ഓടി വരുന്നു. നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച് ധാരാളം സമ്മാനങ്ങളും കൊണ്ട് കുട്ടിയെ കാണാൻ വരുന്ന അവരുടെയൊക്കെ പാത്രങ്ങളിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ലാണ്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് തലയെക്കൂടെ ഒഴിച്ചിട്ടും വീച്ചാങ്കുഴലിൽ പീച്ചിയിട്ട് മേത്തക്കാക്കിയിട്ടും ഇങ്ങനെയൊക്കെ അവിടെ വെണ്ണ അങ്ങനെ ഉരുള ഉരുട്ടി എറിയ, ഇതൊക്കെയായിരുന്നു അവിടുത്തെ കലാപരിപാടി. രമാദേവിയുടെ കളിത്തൊട്ടിലായി തീർന്നു ഇപ്പോൾ വൃന്ദാവനം, അവിടുത്തെ ഗോകുലം. ഈ ആഘോഷത്തിലിടയ്ക്ക് കംസന് കരം കൊടുക്കാനായിട്ട് പോയ നന്ദഗോപര് തിരിച്ചു വന്നപ്പോഴേക്കും വലിയൊരു ആപത്ത് അവിടെ വന്നു പോയി. കംസന് കരം കൊടുക്കൽ കഴിഞ്ഞ് വസുദേവരെയും കൂടിയും കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവരുടെ പരസ്പരമുള്ള അവരുടെ ആ ദുഃഖമൊക്കെ പങ്കുവെച്ചു. കുറകാലം കാത്തിരുന്നൊരു ഉണ്ണി ഉണ്ടായി എന്നുള്ള സന്തോഷം ഇപ്പോൾ ആണ് എനിക്കുണ്ടായത്. അപ്പോൾ വസുദേവനാണെങ്കിലോ വസുദേവർ കാത്തിരുന്ന് ഇപ്പം എത്ര കുട്ടികളായി ഉണ്ടാവണോ. കംസൻ അവരെയൊക്കെ വധിക്കുന്നു. അവസാനം ഏകാവശിഷ്ട അവലജാകന്യ സാപി ദിവംഗത, അവസാനം ഒരു പെൺകുട്ടി ഉണ്ടായി. അതാണ് മേപ്പെട്ടു പോയി. എന്തായാലും ഗോകുലത്തിലും പല ഉൽപാദനങ്ങളും ഉണ്ടാവാൻ വഴിയുണ്ട്. അതുകൊണ്ട് വേഗം പൊക്കോളൂ ഇവിടുന്ന്. അങ്ങനെ നന്ദഗോപൻ അവിടുന്ന് പരിഭ്രമിച്ച് ഗോകുലത്തിലേക്ക് വന്നപ്പോഴേക്കും പൂതനാ ലോകബാലഗ്നി രാക്ഷസീ രുധിരാശന ജിഘാംസയാ വിഹരയേ സ്തനം ഗത്വാ ആപസദ്ഗതിം. ലോകത്തുള്ള കുട്ടികളെയൊക്കെ കൊന്നു നടക്കുന്ന പൂതന രാക്ഷസി, രക്തം കുടിക്കുന്നവള് കൊല്ലാൻ വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ടും ഭഗവാൻ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു. അവളാകട്ടെ നല്ല വേഷമൊക്കെ കെട്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി തലമുടിയൊക്കെ കെട്ടിവെച്ച് നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് കുണുങ്ങി വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് ഗോപസ്ത്രീകളെയൊക്കെ പാട്ടിലാക്കി യശോദയുടെ ഭവനത്തിൽ കയറിക്കൂടി. ആരുമില്ലാത്തൊരു സമയം നോക്കി ഉണ്ണികൃഷ്ണനെ അവിടുന്ന് എടുത്ത് മടിയിലേക്ക് വെച്ചു. സാധാരണ ആൾക്കാരൊക്കെ ഈ കയറ് കണ്ട് പാമ്പാന്നിരിക്കാറുണ്ട്. ഇവൾക്ക് പാമ്പിനെ കണ്ടിട്ട് കയറാന്നാ തോന്നിയത്. ഭഗവാന് പക്ഷെ മനസ്സിലായി ഇവള് നല്ല ചിത്രപ്പണികളുള്ള ഉറയിൽ പൊതിഞ്ഞു വെച്ച വാള് പോലെ പുറം ഭംഗിയുള്ളതും ഉള്ളു നന്നല്ലാത്തവളുമാണ്. ചരാചരാത്മാവായ ഭഗവാൻ അവൾ തൻ്റെ മുഖത്തേക്ക് മുഴുവൻ സൗന്ദര്യം ആസ്വദിക്കേണ്ട തൻ്റെ മുഖത്തെ എന്ന് വിചാരിച്ച് കണ്ണടച്ചു. എന്ത് തിരിച്ചിട്ടാണോ എന്തായാലും കണ്ണടച്ചു. ആ കണ്ണടച്ച് കിടന്ന ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ച് നല്ലൊരു അവസരം കിട്ടിയപ്പോൾ സ്തനകഞ്ചുകത്തിൽ ഹാലാഹല വിഷമൊക്കെ പുരട്ടി, കാളകൂട വിഷമൊക്കെ പുരട്ടി അവള് അതാ ഉണ്ണിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. എത്രയോ ആൾക്കാരെന്നെ കാണാമെന്നു. വരണ സമയത്ത് ഓരോരുത്തരും ഓരോരോ സാധനങ്ങൾ കൊണ്ടെത്തുന്നു. മിഠായി കൊണ്ടുവന്നു, പാല് കൊണ്ടുവന്നു, വെണ്ണ കൊണ്ടുവന്നു, തൈര് കൊണ്ടുവന്നു, പിന്നെ ആരോ കാറൊക്കെ കൊണ്ടുവന്നായിരുന്നു, കളിപ്പാട്ടം. അങ്ങനെ പലരും പലതും കൊണ്ടുവന്നു.
നീയിപ്പോൾ എന്താ വിഷം കൊണ്ടുവന്നത്? അതെങ്കിലും കൊണ്ടുവന്നൂരോ, ഒന്നും തരാത്തവരും ഉണ്ട്. എന്നാൽ എന്തായാലും കൊണ്ടുവന്നവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് ഓരോ സമ്മാനം കൊടുക്കുന്നുണ്ട്. നിനക്കുള്ളത് ഇപ്പം തരാം. നീ ഇങ്ങോട്ട് തന്നതിനുള്ളതല്ലേ അങ്ങോട്ട് തരിക. രോഷസമന്വിതോ പ്രാണൈസമം. അവളുടെ പ്രാണങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ പിടിച്ച് വലിച്ചാണ്ട് കുടിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഒരു രക്ഷയില്ല. വേദന സഹിക്കാൻ പറ്റാണ്ട് അട്ടഹസിച്ച അവള് ആ ഭവനത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി. കൃഷ്ണാണെങ്കിൽ പിടിവിടില്ല. അവസാനം അവള് കെട്ടിമലച്ച് വീണു. ഒരു പടുകൂറ്റൻ മല പുതുതായിട്ട് ആകാശത്ത് പൊട്ടി വീണതുപോലെ ഉണ്ട് അവളവിടെ കിടക്കണുണ്ടായി. ഗോപസ്ത്രീകളും ഒക്കെ ഉത്സാഹമായിട്ട് ഏണിയും കോണിയൊക്കെ വെച്ച അവരുടെ ആ പൂതനയുടെ മേത്തൊക്കെ ചാടി പിടിച്ച് പൊത്തി പിടിച്ച് കയറി. അവളുടെ ശരീരത്തിൽ കൂടെ കുറെ നടക്കണം. കുറച്ചുണ്ട വഴി ചെന്ന് നോക്കിയപ്പോൾ പറ്റിയ തടാകം പോലെ വയറ്, മല പോലെ മുലകൾ, വലിയ ഗിരിഗഹ്വരങ്ങളെ പോലെ മൂക്ക, പൊട്ടക്കിണർ പോലത്തെ വായ, അതൊക്കെ കണ്ടു. അവര് ആകെ പരിഭ്രാന്തരായി. അവര് പതുക്കെ എവിടെയുള്ളത് ഈ കൃഷ്ണൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന അവസാനം ആ ഉണ്ണിയെ പൂതനയുടെ മേത്തുനിന്ന് കിട്ടി. വേഗം പിടിച്ച് കൊണ്ടുവന്നു. എന്തായാലും ഈ ഭീകരി പിടിച്ചതുകൊണ്ട് എന്തെങ്കിലും ആപത്തുകൾ ഈ കുട്ടിക്ക് വന്നിട്ടുണ്ടാവും, പേടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരതിന് ചില വിദ്യയൊക്കെ പ്രയോഗിച്ചു. ആദ്യം തൊഴുത്തിൽ കൊണ്ടുപോയി പയ്യൻ്റെ വാല കൊണ്ട് ഒഴിഞ്ഞ് കളഞ്ഞു, ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു, ചാണകം തൊട്ട് എന്തൊരു മന്ത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ജപിച്ച് ഭഗവാന്റെ ശരീരത്തിലെ 12 ഭാഗങ്ങളിൽ ആ ഗോരജസ് കൊണ്ട് അവർ രക്ഷ തിലകം ചാർത്തി. ഇനി ഇങ്ങനത്തെ ആപത്തൊന്നും ഈ കുട്ടിക്ക് വരാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഏതാണ്ടൊക്കെ സമാധാനായി. അവരാ കുഞ്ഞിനെ എങ്ങനെ എടുക്കണു, താലോലിക്കണു. അഹോ കുമാരോ മയിദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യ പാണി. എന്നെ എടുക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ കൈ നീട്ടണ്ട, എന്നെ നോക്കി ചിരിച്ചു, എന്നെ നോക്കി ചിരിച്ചു, എന്നോട് എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇവരിങ്ങനെ തല്ലുകൂടി ഗോപസ്ത്രീകളെ ആ കുഞ്ഞിനെ എടുത്തോടണു. അങ്ങോട്ട് പിടിച്ചു വലിക്കണു. ചിലവർ കാല് പിടിച്ചു നോക്കണു, ചിലർ കൈ പിടിച്ചു നോക്കണം, എന്ത് ഭംഗിയാ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലർ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിലർ ആ മാറോട് ചേർത്ത് ഇങ്ങനെ വാസനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വാസനിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തരും ഓരോരോ തരത്തിൽ ആ ഉണ്ണിയെ അങ്ങനെ എടുത്ത് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദഗോപര് അവിടേക്ക് വന്നത്. ഈ വലിയ ആപത്തിനെ കുറിച്ച് അറിഞ്ഞതോടുകൂടി പരിഭ്രാന്തനായ നന്ദഗോപര് ആ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിച്ചെന്ന ഗോപസ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഉണ്ണികൃഷ്ണനെ പിടിച്ചു വാങ്ങി മാറോട് ചേർക്കുന്നു, ആഘ്രാണിക്കുന്നു. ഉദാസില്ലാത്ത ആനന്ദത്തെ അനുഭവിച്ചു എന്നാണ്. പിന്നെ ആ പൂതനയുടെ ശരീരമൊക്കെ വെട്ടിപ്പൊളിച്ച് ദൂരത്ത് കൊണ്ടുപോയി കത്തിക്കാൻ നിശ്ചയിച്ചു. അവിടെ തന്നെ ഇട്ട് കത്തിച്ചാൽ മാറും. അങ്ങനെ അവർ വെട്ടിപ്പൊളിച്ച് വണ്ടികളിലൊക്കെ ആക്കി ദൂരത്ത് കൊണ്ടുപോയി കത്തിച്ചപ്പോൾ ധൂമശ്ച അഗുരു സൗരഭ ഉത്ഥിത കൃഷ്ണ നിർഭുക്ത സപദ്യ ആഹതപാപ്മന. കൃഷ്ണനാൽ നിശേഷേണ ഭുജിക്കപ്പെട്ടതിനാൽ ഹനിക്കപ്പെട്ടതായ പാപങ്ങളോടുകൂടിയവളായി തീർന്നിരിക്കുന്നു പൂതന. നിഷ്പാപിയായിരുന്നു. ഇതുവരെ പൂതന്ന ആയിരുന്നു, ഇപ്പൊ സംഭൂതയായി പൂതന. അപ്പൊ ഇത് ലോകരെയൊക്കെ അറിയിക്കാനുള്ള ഒരു വിദ്യ. ഭഗവാൻ എന്ത് ചെയ്തു? എന്നെ തൊട്ടാൽ ഫലം അപ്പൊ തന്നെ കിട്ടും. സദ്യ ഹൃദ്യ വരുദ്ധ്യതേ എന്ന് ലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ എന്ത് മനോഭാവത്തോടു കൂടിയിട്ട് വന്നാലും വിരോധമില്ല. ഏന കേന പ്രകാരേണ മനഃ കൃഷ്ണേ നിവേശയേത് എന്നാണ് നാരദ മഹർഷിക പറഞ്ഞത്. കൊല്ലാനാ അവള് വന്നത്, എന്നാലും എന്നെ കൊല്ലണം തിരിച്ചിട്ടല്ലേ വന്നത്. അവൾക്ക് കൊടുക്കാം എന്തെങ്കിലും ഒരു നല്ല പദവി. എന്താ കൊടുക്കുക? നോക്കിയപ്പോഴേ പൂതനയ്ക്ക് കൊടുക്കാൻ തൽക്കാലം കിട്ടിയത് അമ്മയ്ക്ക് കൊടുക്കാൻ വെച്ച പദവി അത്ര, എന്നാൽ അതോട് കൊടുക്കുക. അങ്ങനെ അഹോബകീ
യം സ്തനകാളകൂടം ജിഘാംസയാ പായജയത് അപായയദപ്യസാധ്വി ലേഭേ ഗതിം ധാത്ര്യുചിതാം തതോന്യം കം വാ ദയാലും ശരണം വ്രജേമ. അങ്ങനൊരു ദയാലുവിനെ ശരണം പ്രാപിക്കാൻ ഇനി വേറെ ആരുണ്ട് അതുപോലെ? ഇത്ര ദയുള്ള ഒരാൾ കൊല്ലാമെന്ന ആൾക്ക് അങ്ങനെ കൊടുത്തത് വെച്ചാൽ അപ്പൊ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണന് സന്തോഷമാവണേ എന്നുള്ള ഭാവത്തിലോ എണ്ണയോ പാലോ പൂക്കളോ പഴങ്ങളോ മധുര പലഹാരങ്ങളോ എന്തെങ്കിലും ഒന്ന് ഭഗവാന് കൊടുക്കാൻ ഒരാൾ പുറപ്പെട്ടാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവാൻ എന്താവും കൊടുക്കുക? ഇനിയിപ്പോൾ ഈ ഗോപിമാരും ഗോക്കളും ഒക്കെ അതുപോലെ ഭഗവാനെ സ്നേഹിക്കാൻ പോവാണ്. അവർക്കൊക്കെ ഈ ഭഗവാനെ എന്താവും കൊടുക്കാൻ പോണത്? ഇങ്ങനെയുള്ള പൂതനാമോക്ഷം കേട്ടാൽ തന്നെ നമുക്കൊക്കെ ഭക്തി ഉണ്ടാവും. പിന്നെ ഒരു ദിവസം, ഒരു വിശേഷ ദിവസം, യശോദ പ്രസവമൊക്കെ കഴിഞ്ഞ് നീച്ച് ഈ കുട്ടിക്കും 28 എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ വിശേഷമൊക്കെ ആയിരുന്നു. അപ്പം അന്ന് കുറെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. തിക്കും തിരക്കൊക്കെ ഉള്ള ദിവസമാണ്. അപ്പം ഈ കുട്ടികളെ കുറച്ച് പേരെയൊക്കെ കൂട്ടിയിട്ട് ഈ കുഞ്ഞിയെ രാമനെയും കൃഷ്ണനെയൊക്കെ ഒരു വണ്ടിയുടെ ചോട്ടിൽ കൊണ്ടുപോയി കടത്തി. അന്ന് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് കുട്ടികളെയും ചോട്ടിൽ ഇരുത്തിയിട്ടുണ്ട്, അവരെ ചുറ്റും ഇരുത്തിയിട്ടുണ്ട്. വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വണ്ടിയാണ്. അതിൻ്റെ മീതെ എന്തൊക്കെയോ കുറേ സാധനങ്ങളും ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പടപടപട എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേട്ടു. എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ വണ്ടിയൊക്കെ പൊട്ടി ചതറി കിടക്കണം. എന്താണ്ടായി ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഈ ഉണ്ണി കരയണ സമയത്ത് ഈ ഉണ്ണിയുടെ കാല വണ്ടിയിൽ തട്ടി, അപ്പം അത് പൊട്ടി. ഒന്നാ പൊട്ടിക്കുക വേണ്ടത്, എന്താ ഈ കുട്ടിയുടെ കാല് തട്ടിയിട്ട് വണ്ടി പൊട്ടിയല്ലേ? നദേ ശ്രദ്ധധിരേ ഗോപാഹ കാലഭാഷിതമിത്യുത. കുട്ടികൾ എന്തൊക്കെയോ വേണ്ടാത്തവരെന്ന് പറഞ്ഞു, കുട്ടിയുടെ കാല് തട്ടിയിട്ട് വണ്ടി പൊട്ടല്ലേ. ആ നേരേക്കാനി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വണ്ടിയൊക്കെ നേരേക്ക് വെച്ചു. പ്രമേയം ബലം തസ്യ ബാലകസ്യ നതേമിതു. ആ കുഞ്ഞിൻ്റെ പരിഗണിക്കാൻ കണക്കാക്കാൻ പറ്റാത്ത അത്ര വലുതായ ബലത്തെക്കുറിച്ച് അവരറിഞ്ഞില്ല. സത്യം അത് തന്നെയായിരുന്നു കുട്ടികൾ പറഞ്ഞത്. പിന്നെ ഒരു ദിവസം ഉണ്ണികൃഷ്ണനെ വടിയിലിരുത്തിയിരിക്കുന്ന അമ്മ നോക്കുമ്പോണ്ട കൃഷ്ണൻ്റെ ഭാരം കൂടിക്കൂടി വരുന്നു. എന്താ മനസ്സിലാവില്ല. വേഗം കൃഷ്ണനെ താഴ്ത്തു വെച്ച് ഓടിപ്പോയി രോഹിണി വിളിക്കാൻ പോയപ്പോഴേക്കും തൃണാവർത്തൻ എന്ന് പറഞ്ഞൊരു കാറ്റ്. ദൈത്യോ നാംന തൃണാവർത്തഃ വാത്യാരൂപധരോഹരൻ. എന്നിട്ട് ആകാശത്തേക്ക് കൊണ്ടുപോയിട്ട് കൃഷ്ണനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാം എന്നാവും വിചാരിച്ചത്. അവൻ ആകാശത്തേക്ക് അധികം പോകേണ്ടി വന്നില്ല. അതിൻ്റെ മുമ്പ് അവൻ്റെ കഴുത്ത് ഞെരിച്ച് അവൻ്റെ കഥ കഴിച്ചു. ഒരു ദിവസം യശോദമ്മ കൃഷ്ണ പാല് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ വായയില് നക്ഷത്രം. ആകെ പരിഭ്രമിച്ചു. സകല ലോകങ്ങളും അതിൻ്റെ ഉള്ളിൽ കാണാണ്ട്. ഇത് യശോദ കണ്ണടച്ചു. അയ്യോ എന്താ അത്? ഇത് ശരിക്കുള്ളത് തന്നെയാണോ? ഭഗവാന്റെ വായനല്ലേ, ഉദരത്തിലല്ലേ സകല ലോകങ്ങളും ഇരിക്കണത്. 30 അപ്പം ഏതോ 1-2 ഗാലക്സീസ് വായലിക്ക് വന്നതാ. അപ്പം യശോദമ്മ അത് കണ്ട സമ്മീല്യ മൃഗശാവാക്ഷി നേത്രേ ആസീൽ സുവിസ്മിത. സാധാരണ വിസ്മയം വന്നാൽ എല്ലാവരും കണ്ണ് നല്ലോണം വിളിക്കുക ചെയ്യുക. യശോദ വിസ്മയം വന്നപ്പോൾ, കാരണം അത് കണ്ടപ്പോൾ പേടിയായി. ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടി വേഗം കണ്ണടച്ചു. ഗർഗപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിതഃ. ഒരു ദിവസം വസുദേവരാൽ പറയപ്പെട്ട യദുക്കളുടെ ആചാര്യനായ ഗർഗാചാര്യര് അവിടേക്ക് വന്നു. വളരെ സന്തുഷ്ടനായ നന്ദഗോപർ അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിച്ചു.
അദ്ദേഹം ഗർഗാചാര്യരോട് പറഞ്ഞു, അങ്ങ് തന്നെ ഈ കുട്ടികൾക്ക് രണ്ടുപേർക്കും വേണ്ട ദ്വിജാതി സംസ്കാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ യദുക്കളുടെ ആചാര്യനാണെന്ന്. ആൾക്കാരൊക്കെ ദേവകിയുടെ മകനെയാണ് ഞാൻ സംസ്കാരങ്ങളൊക്കെ ചെയ്തത് എന്ന് മനസ്സിലാക്കും. കംസനറിയും, അത് പ്രശ്നമാവും. ദേവകിയുടെ 8ാമത്തെ കുട്ടി എന്തായാലും സ്ത്രീയാവാൻ വഴിയില്ല, അതൊരു ആൺകുട്ടിയാവാൻ തന്നെ വഴിയുള്ളൂ എന്നൊക്കെ കംസനറിയാം. അങ്ങനെ വല്ല അന്വേഷണമൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, മാത്രമല്ല ആ ദേവി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കംസനെ എവിടെയുണ്ട് തെരഞ്ഞു നോക്കിക്കോ, നല്ലോണം തെരഞ്ഞാൽ കിട്ടും. കുട്ടികളുടെ പോലെ അപ്പം ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്, നല്ലോണം നല്ല ചുട്ടു, അയ്യോ തണുത്തു. അങ്ങനെയൊക്കെ ദേവി കളിപ്പിച്ചുകൊണ്ടിരിക്കുക കംസനെ. അപ്പം അങ്ങനെ കംസനാകെ പേടിച്ചിരിക്കുക. ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ കുട്ടികൾക്ക് ദ്വിജാതി സംസ്കാരങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും, എല്ലാവരും അറിയും. അലക്ഷിതോസ്മിൻ രഹസി മാമകൈരപി ഗൗരജേ കുരു ദ്വിജാതി സംസ്കാരം സ്വസ്തി വാചനപൂർവകം. ആരെയും അറിയിക്കണ്ട, ഈ ഭവനത്തിൽ വെച്ചിട്ട് രഹസ്യമായിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചകാരനാമകരണം ഗൂഢോരഹതി ബാലയോഹം, വളരെ രഹസ്യമായിട്ടാണ് കുട്ടികൾക്ക് പേരിട്ടത്. ആദ്യം വെളുത്തുണ്ണി, ആ ഉണ്ണിയെ വടിയിൽ വെച്ചു. രോഹിണീപുത്രന് രാമൻ, എല്ലാവരെയും ജപിപ്പിക്കുന്നത് കൊണ്ട്. ബലാധിക്യം കൊണ്ട് ബലൻ, പിന്നെ സംഘർഷണൻ എന്ന് ചിലർ വിളിക്കും. അടുത്ത കുട്ടിയെ വടിയിൽ വെച്ചു. അതിന് ഓരോരോ യുഗങ്ങളിൽ ഓരോ വർണ്ണങ്ങളാണ്. അപ്പം കൃഷ്ണായി. മുമ്പ് വസുദേവരുടെ മകനായിട്ട് ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വാസുദേവൻ എന്ന് അറിയുന്ന ആൾക്കാരൊക്കെ വിളിക്കും. ഇപ്പം തന്നെ ധാരാളം നാമങ്ങളൊക്കെ ഉള്ള ആളാണ്. ന്യഗ്രോധോദുംബരോശ്വത്ഥശ്ചാണൂരാന്ധ്രനിഷൂദന, സഹസ്രാർച്ചി, സപ്തജിഹ്വ. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ വിളിച്ചു തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ വിളിക്കാൻ പറ്റിയ എന്തെങ്കിലും പേരുകൾ അത് പിന്നെ വേറെ ഇടുമൊന്നും വേണ്ട. പേരിപ്പോൾ എങ്ങനെ തൊട്ടാലും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഘൃണി എന്നൊക്കെ പേരുണ്ട്. നല്ല പേര് തന്നെയാണേ, നല്ല വാത്സല്യമുള്ള ആള്, സ്നേഹമുള്ള ആള് എന്നൊക്കെ അർത്ഥം. മഹാദേവൻ്റെ പേരാ. പക്ഷെ ആരും അങ്ങനെ വിളിക്കാറൊന്നുമില്ല. വേറെ എന്തെങ്കിലും, അത് അയാളുടെ പ്രവൃത്തി മൂലം അയാൾക്കൊരു നാമം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സ്കൂളിലൊക്കെ പോയാൽ വീട്ടുകാരിട്ട പേരൊന്ന്, നാട്ടുകാരിട്ട പേര് വേറൊന്ന്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കുട്ടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് അത് കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് ഓരോരോ പേരുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ആണ് ഇവിടെ പറയണത്. നിങ്ങളെ എല്ലാ കാലത്തും എല്ലാ സൗഭാഗ്യങ്ങളും വരുത്തി അനുഗ്രഹിക്കാൻ ഈ കുട്ടികൾ പ്രാപ്തരാണ്. പ്രത്യേകിച്ച് ഈ ഉണ്ണി നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. ഗുണങ്ങളെ കൊണ്ട് നാരായണന് തുല്യനാണ്. അതുകൊണ്ട് വികൃതിയൊക്കെ കാട്ടുകാരും തീർത്തെന്ന് പറയണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഗർഗാചാര്യർ പോയി. അത് മാത്രമേ കൃഷ്ണൻ കിട്ടുള്ളൂ. എന്താ പേരിട്ടത് തന്നെ കിട്ടില്ല. വികൃതി കാട്ടിയാൽ ചീത്ത പറയണ്ട, അത് കേട്ടു. അപ്പം ശരിയാക്കി തരാം. അങ്ങനെ ഗർഗാചാര്യ ഗൃഹത്തിലേക്ക് പോയപ്പോഴേക്കും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും കാലേനാൽപേന രാജഋഷേ രാമ കൃഷ്ണശ്ച ഗോകുലേ അഘൃഷ്ടജാനുഭിപദ്ഭിർവിചക്രമധുരഞ്ജസ. കുട്ടികളെ മുട്ടൂത്തി നടക്കാൻ തുടങ്ങി. ആ കാലുകളിങ്ങനെ ഇഴച്ചഴച്ച് ഓരോരോ അടുത്തുള്ള ഭവനങ്ങളിലേക്കൊക്കെ അങ്ങനെ മുട്ടൂത്തി പോവും. എല്ലാവർക്കും ഈ കുട്ടികളിങ്ങനെ ആ മിറ്റത്തും മണ്ണിലൊക്കെ കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപസ്ത്രീകൾ അവരോരോരോ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ട ഈ കുട്ടികൾ തിരിഞ്ഞു നോക്കണത് കാണുമ്പോൾ അവരത് നോക്കി നിൽക്കും.
ചിലപ്പോൾ ചില ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചിട്ട് അമ്മമാരുടെ അടുത്തേക്ക് കുട്ടികൾ രണ്ടുപേരും കുറുകുറുന്ന് തന്നെ ഓടി 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 അങ്ങോട്ട് പോകും. അപ്പോഴേക്കും ആ അമ്മമാരെ കുട്ടികളെ രണ്ടുപേരെയും ഘൃണയാ, സ്നേഹത്തോട് കൂടിയിട്ട്, പ്രേമത്തോട് കൂടിയിട്ട്, വാത്സല്യത്തോട് കൂടിയിട്ട് അതുള്ളവരെയാണ് എന്ത് പറയുക, ഈ ഘൃണ ഉള്ള ആൾക്കാരെയാണ് എന്ത് പറയുക, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോ അവര് കുട്ടികളെ എടുത്തു കൊണ്ടുപോകുന്നു. മേല് പൊടിയും ചളിയൊക്കെ ഉണ്ടാവുക എന്നൊക്കെ തട്ടിക്കളഞ്ഞ് അവരെയൊക്കെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിയിച്ച് കണ്ണേറില്ലൈവാൻ കണ്ണീലൊന്നൂതി മണ്ണു കൊണ്ടൊന്നൊഴിഞ്ഞു കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. വിളിച്ചായ കുറച്ചു നേരത്തൊക്കെ ഉണ്ട്. യശോദയുടെ മേക്കപ്പ് കഴിഞ്ഞ അവസാനം ഇവിടെ ഒരു കുത്തും അങ്ങനെ ഇട്ടിട്ട് പറഞ്ഞേക്ക് കളിക്കാൻ. അപ്പോൾ ആ നന്ന കുട്ടികളായിരിക്കുന്ന സമയത്താണ്, കളിക്കാൻ പോകാറൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ആ പ്രായത്തിലൊക്കെ അങ്ങനെ ആ മടിയിൽ വെച്ച് യശോദ ഇങ്ങനെ പാല് കൊടുക്കും. പരമാനന്ദം അനുഭവിച്ചുകൊണ്ടാണ് പാല് കൊടുക്കുന്നത്. കുറേ കാലം കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നത്. അത് തന്നെ കുഞ്ഞി കണ്ണനാണ് തൻ്റെ ഉണ്ണിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ആ ഉണ്ണി കൃഷ്ണൻ അങ്ങനെ തൃപ്തിയുടെ പുഞ്ചിരി തൂക്കി 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 പാല് കുടിക്കുന്ന സമയത്ത് കുറേശ്ശെ പക്കത്ത് കൂടെ അങ്ങനെ തൂവാൻ തുടങ്ങും. പുഞ്ചിരി തൂകലല്ല, പാലും കൂടിയും തൂവാൻ തുടങ്ങുന്നുണ്ട്. അമ്മ അങ്ങനെ ധാരാളമായിട്ട് പാല് കൊടുക്കുന്ന സമയത്ത് വായിൽ വേഗം വേഗം നിറയുക. അപ്പം യശോദ ഇങ്ങനെ വരലുകൊണ്ട് ഇങ്ങനെ വടിച്ച് കളയണ്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ ആക്കി കൊടുക്കുമ്പോൾ ആ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി. ആ ചിരി കാണാൻ വേണ്ടിയിട്ട് യശോദ മുഖത്തേക്ക് നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. മുഗ്ധസ്മിതാൽപദശനം യയതു പ്രമോദം. കുറേശ്ശെ ഇങ്ങനെ ഒരു വെളുത്ത നിറങ്ങനെ തൊണ്ടിൻ്റെ അറ്റത്ത് കണ്ടു കിടങ്ങിയ അതിങ്ങനെ നോക്കിയ യശോദയ്ക്ക് പരമാനന്ദം ഉണ്ടാവും. അടുത്തുള്ള വീട്ടിലുള്ള സ്ത്രീകളെ പറ്റിക്കുക, പൈക്കുട്ടിയുള്ള വാലുമ്പിൽ പിടിച്ച് വലിക്കുക, എന്നിട്ട് അവരങ്ങോട്ട് ഓടുമ്പോൾ പിന്നാലെ ഓടുക, അവരും കൂടെ ഓടുമ്പോൾ പിന്നാലെ ഓടുക. ഇങ്ങനെ ആ ഗോപസ്ത്രീകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പല ലീലകളും ചെയ്തുകൊണ്ട് അവിടെ നടന്നു. അടുപ്പിൽ കയ്യിൽ കത്തിരുത്ത് കഷ്ണം നുറുക്കാൻ പഠിക്കുക, പൂച്ചള വായിലെത്ര പല്ലുണ്ട് എന്ന് വായ പൊളിച്ച് നോക്കുക, തത്തയെ പിടിച്ച് വർത്താനം പറയിക്കുക. അതിന് കോച്ചിങ് ക്ലാസ്സൊക്കെ കൊടുക്കും. രാവിലെ 1/2 മണിക്കൂർ ട്യൂഷൻ. രാമനും കൃഷ്ണനും കൂടി ഒരു തത്തയെ പിടിച്ചിട്ട്, അത് പറയാണ്ടതിനെ വിടില്ല അർത്ഥം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ഈ ക്രീഡാപരവും അതിചലൗ സ്വസുതൗ നിഷേധം ഗൃഹ്യാണി കർത്തുമപി. വീട്ടുകാര്യങ്ങൾ നോക്കണം, കുട്ടികളെയും നോക്കണം. ഈ വികൃതി കുട്ടന്മാരെ നോക്കാൻ എളുപ്പമൊന്നുമല്ല. അപ്പൊ അമ്മമാർക്ക് വീട്ടുകാര്യങ്ങൾ നോക്കലും കുട്ടികളെ നോക്കലും കൂടിയിട്ട് തന്നെ എത്തുന്നില്ല. എന്നാലും ഇങ്ങനെയൊക്കെ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി ഞെരുങ്ങിയിട്ട് കാലേനാൽപേന രാജഋഷേ രാമകൃഷ്ണശ്ച ഗോകുലേ അഘൃഷ്ടജാനുഭിഃ പദ്ഭിർവിചക്രമതു രഞ്ജസ. പിന്നെ എണീറ്റ് നിൽക്കാനും നടക്കാനും ഓടാനൊക്കെ പഠിച്ചു. ഓടലും ചാടലും ഒക്കെ. തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യൈർവ്രജബാലകൈഃ സഹ രാമോ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയന്തം. ഏട്ടനോടും കൂട്ടുകാരോടും കൂടിയിട്ട് അവിടെയുള്ള ഗോപസ്ത്രീകളെയൊക്കെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വികൃതികൾ കാട്ടാൻ തുടങ്ങി.
കൃഷ്ണസ്യ ഗോപ്യോരുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യാഹ കില തന്മാതുഃ ഇതി ഹോജുസ്സമാഗതാഃ. യശോദമ്മ കേൾക്കാൻ നോക്കണം. ഗോപസ്ത്രീകൾ വന്ന് അവർ വട്ടം കൂടി നിന്ന് വെളിച്ചായപ്പോൾ തന്നെ ഒരു ദിവസം യശോദ എണീറ്റ് വന്ന് നോക്കണ സമയത്ത് മിറ്റത്ത് കുറേ സ്ത്രീകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. നോക്കുമ്പോൾ അവർ തൻ്റെ കുട്ടിയെ കുറിച്ചിട്ടാ പറയണതേ. എന്താ പറയണത്? വത്സാൻ മുഞ്ചൻ ക്വചിദസമയേ ക്രോശസഞ്ജാതഃ സഹ സ്തേയം സ്വാദ്വത്യഥദധിപയാ കൽപ്പിതൈസ്തേയയോഗൈഃ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേന്നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാതി ഉപക്രോശ്യതോകാൻ. പശുക്കുട്ടികളെ ആ സമയത്ത് അഴിച്ചുവിട്. പയ്യനെ കിടക്കാൻ ചെല്ലുമ്പോൾ പാല് കിട്ടാണ്ട് ഗോപസ്ത്രീകൾക്ക് ചവിട്ടും കിട്ടും. അത് മേടിച്ച് പോരേണ്ട സമയം പോരാൻ തുടങ്ങിയാൽ അപ്പം അങ്ങേ പുറത്തുനിന്ന് ചുരുക്കുക. വെണ്ണയും പാലും തൈരൊക്കെ കട്ട് കിടിക്കുക. കൊടുത്താൽ വാങ്ങില്ല. കഴിച്ചോ കൃഷ്ണ, നീ ഇങ്ങനെ കളിച്ച് നടന്നിട്ട് ആകെ വേർത്ത് കുളിച്ചോ. അത് കഴിച്ചോ? ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. നീ ഇതാ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക, ഏട്ടനെയൊക്കെ വിളിക്കുക, എല്ലാവരും വിളിച്ചതാ. നല്ല ചുടുക്കനെ പാല് കഴിച്ചോ? എനിക്ക് എൻ്റെ കുഴിനകം കുട്ടിയതുകൊണ്ട് ഉണ്ടാക്കിയതൊന്നും വേണ്ട, കൊണ്ട് പാടുന്നു. എൻ്റെ മകന് കൊടുത്തോ, എനിക്കതും വേണ്ട. എന്താ അപ്പം ഞാൻ പാലും വെണ്ണയും കിട്ടാത്ത സ്ഥലത്തുനിന്നല്ലേ വരണത്. പിന്നെ ആ ഗോപി ഉണ്ടോ കൊടുക്കണു? തരില്ലേ? അവള് ദേഷ്യം വന്നിട്ട് ആ വെണ്ണയും പാലും ഒക്കെ അവിടെ തന്നെ വെച്ചാൽ തെറ്റിപ്പോയി. അവള് തെറ്റിപ്പോയപ്പോൾ പിന്നെ കുഴിനകമൊന്നുമില്ല. പിന്നെ അത് മുഴുവൻ ഇരുന്ന് മിണുങ്ങി. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് വെള്ള ദേഷ്യമൊക്കെ മാറിയപ്പോൾ അവൾ പാത്രമൊക്കെ എടുത്ത് വെക്കട്ടെ. വെയിലത്തിരുന്ന് വെണ്ണയൊക്കെ ഉരുകി പോയിട്ടുണ്ടാവും. ദേഷ്യം വന്നാൽ ഓരോന്ന് കാട്ടും ചെയ്യുന്നിട്ട് എന്തായാലും പോയി എടുത്തു വെക്കട്ടെ. നോക്കുമ്പോൾ പാത്രമൊക്കെ മോറിയിട്ടില്ല എന്ന് തന്നെയുള്ളൂ. ഒരു വിധമൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവള് വിചാരിച്ചു, ഓ കാണിച്ചു തരാം. ഇനി ഇവിടെ ഒരു സാധനം നിനക്ക് കിട്ടണോടത്ത് വെക്കില്ല, നോക്കിക്കോ. മുറ്റത്ത് കളിക്കുന്ന കുട്ടികളോട് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം ഉള്ള വീട്ടിൽ പിന്നെ അവൾക്ക് പാത്രം കിട്ടണമെച്ചാൽ ഇനി വേറെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വേണം. അവളുടെ വീട്ടിൽ ഒരു പാത്രം ബാക്കിയില്ലാതെ എല്ലാതും സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ പുതിയ പാത്രം വാങ്ങുക, അല്ലെങ്കിൽ പാതാളക്കരൻ്റെ എവിടെ അന്വേഷിക്കുക. വഴിയിൽ എന്തിനാ കൃഷ്ണ നീ എങ്ങനെയൊക്കെ ചെയ്യണത്? അതോ അമ്മ ഈ മണ്ണിൻ്റെ കുടം കിണറ്റിലിട്ട് ആ കിണറ്റിലെ വെള്ളം നല്ല സ്വാദുണ്ടാവും എന്ന് എന്നോട് ആരോ പറഞ്ഞു. സ്വാദുണ്ടാവാൻ അത്ര കിണറ്റിൽ കൊണ്ടുവരണം. ദ്രവ്യാലാഭേ സഗൃഹകുപിതോയാത്യുപക്രോശ്യതോകാൻ. അവിടെ കിടന്നുറങ്ങണ കുട്ടികളുണ്ടെങ്കിൽ പാത്രം പൊട്ടിക്കുന്നു മാത്രമല്ല, കിട്ടിയതൊക്കെ കട്ട് തന്നെയും. ഉറങ്ങിക്കിടക്കണ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ചന്തിക്കുന്നുള്ളിൽ. എന്നിട്ട് അവരെ എണീപ്പിച്ചിട്ട് അവിടുന്ന് പോവുക. എന്നാൽ കിട്ടാത്തോടത്ത് വല്ലയിടത്തും കെട്ടി തൂക്കിക്കൂടെ? എന്ത് കെട്ടി തൂക്കിയിട്ട് എന്താ കാര്യം? യശോദേ, നീ എന്താ വിചാരിച്ചത് എൻ്റെ മകനെ കുറിച്ചിട്ട്? ബാലനല്ലടി ഉന്മകൻ ജാലമിക ചെയ്വതെല്ലാം. ബാലനല്ലടി ഉന്മകൻ ജാലമിക ചെയ്വതെല്ലാം. 4 பேரை கேட்க சொல்ல மிகவாகுதடி தாயே. யசோதவும் தனாயர் குல தூதித்தமாயன் கோபாலகிருஷ்ணன் செய்யும் ஜாலத்தை கேளடிதாயே. ഹസ്താഗ്രാഹ്യേ കൈകൊണ്ട് കിട്ടാത്തോർത്ത് രചയതി വിധിം പീഠകോലൂഖലാദ്യൈഃ
അപ്പോൾ പീഠമോ ഒരലോ എന്തെങ്കിലും ഇട്ട് അതിന് മുകളിൽ കയറും. ഛിദ്രം ഹ്യന്തർനിഹിതവയുനശ്ചിക്യ ഭാണ്ഡേഷു തദ്വിത്ത്. ഓരോ പാത്രത്തിലും എന്തായിരിക്കണത് എന്ന് അവന് നല്ലോണം അറിയാം. ഇനി നീ പച്ചവെള്ളമാക്കി വെച്ചു എന്നിരിച്ചോ, അവൻ ആ പാത്രം പൊട്ടിക്കില്ല. എണ്ണ ഏതാ വെള്ള ഏതാന്നൊക്കെ പുറത്തുനിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. യശോദേ വട്ടിയെടുക്കുക, പാത്രം പൊട്ടിക്കുക, വെണ്ണ വരുത്തുക, അത് കഴിക്കുക, അല്ലെങ്കിൽ പാല് വരുത്തുക, അത് കുടിക്കുക. ഇതാണ് എൻ്റെ മകൻ്റെ പരിപാടി. എന്നാൽ അത് നിങ്ങൾക്ക് വല്ല ഇരുട്ടുള്ളോടത്ത് വെച്ചൂടെ? എന്ത് ഇരുട്ടുണ്ടായിട്ട് എന്താ കാര്യം? ധൃതമണിഗണം സ്വാംഗം അർത്ഥപ്രദീപം. വെളിച്ചാകുമ്പോൾ തന്നെ നീ ധാരാളം ഇടിക്കുന്നുണ്ടല്ലോ, കഴുത്തിലും കയ്യിലും തലയിലും. എവിടേക്കേ നീ ഇടിക്കാൻ ബാക്കിയുള്ളത് വെച്ചാൽ ശരീരത്തിന് ഇനി സ്ഥലമില്ല, അത്ര ആഭരണ. ഏത് ഇരുട്ടുള്ള മുറിയിൽ ചെന്നാലും ഇതിങ്ങനെ തിളങ്ങും. പിന്നെന്താ അവിടെ വെളിച്ചത്തിന് പ്രയാസം? അപ്പം നിങ്ങളോടൊക്കെ രാവിലെ ഇതാണല്ലേ പരിപാടി? അതെ, രാവിലെ കള്ളം വരുന്നുണ്ടോ നോക്കിയിരിക്കല. അപ്പം ഞങ്ങളുടെയൊക്കെ പരിപാടി ചില്ലറ വികൃതിയൊന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങളോടൊക്കെ ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കണത്, എങ്ങനെയാണ് വെക്കണത്, ഇതൊക്കെ എങ്ങനെയാണ് ഇവരെ അറിയണത് ചോദിച്ചു യശോദേ. അപ്പം ഗോപിമാർ പറയുക, അത് പറയാൻ എന്താ പ്രയാസം? എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ അതേപോലത്തെ ഓരോരോ സാധനങ്ങൾ. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. ഓരോ വീട്ടിലുള്ളവർ എപ്പോഴൊക്കെയാണ് എവിടൊക്കെയാണ് പോണത്, എന്തൊക്കെ സാധനങ്ങൾ എവിടൊക്കെയാണ് ഇരിക്കണത് ഒക്കെ അറിയാം. എൻ്റെ യശോദേ, നമുക്ക് ഓർമ്മയില്ലേ എൻ്റെ മഞ്ഞ സാരി അന്ന് വാങ്ങിയത്? അതന്നെയാ ആ സാരി. യശോദേ, ഞാൻ ഒരു ദിവസം ഒന്ന് കുളിക്കാൻ പോയി എന്നൊരൊറ്റ അപരാധേ ചെയ്തുള്ളൂ. ഇതന്നെയാ ഞാൻ എന്നോട് പറയാറില്ലേ എന്നും കുളിക്കണം എന്നും കുളിക്കണം എന്ന്. അല്ലെങ്കിൽ നീ എന്നും കുളിക്കാണ്ടിരിക്കുക. നമുക്ക് അപ്പോഴും തോന്നുന്നത് ഈ കുളിക്കാച്ച ഒരു അപരാധമാണെന്നല്ലേ. എങ്ങനെയാ നേരെ ചണ്ടി. യശോദ ഏതാ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ പറയണത് കേട്ടോ. യശോദര കൂട്ടുകാരികൾ ഇങ്ങനെ വന്ന് പറയാ. അപ്പോൾ ഈ ഗോപി കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോണ്ട് അവളുടെ ആ മുറ്റത്ത് ഒരു പരിചയമുള്ളൊരു തുണിക്കഷ്ണം ഉണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മുഴുവനും മനസ്സിലാവണില്ല. പിന്നെ കുറച്ചു നേരം ആലോചിച്ചപ്പോഴാ, അയ്യോ മഞ്ഞസാരി അലമാറിൻ്റെ അടിയിൽ വെച്ചേരുന്നതാ. എടുക്കില്ല എന്ന് ഇച്ചിരി മോഹമായിട്ട് വാങ്ങിയതാണേ. അപ്പോൾ മോഹമായിട്ട് വാങ്ങിയ സാധനങ്ങൾ എങ്ങനെയാ വെച്ചാൽ അത് ഉപയോഗിക്കില്ല. അത് അവിടെ അങ്ങനെ എടുത്ത് വെക്കുക. കാലിന് വേണ്ടു ഇടയ്ക്ക് അതൊന്ന് തൊട്ട് അങ്ങനെ ശികാലായിട്ട് എടുത്തു വെച്ചതാ. അതെന്താ ഇവിടെ കിടക്കണത് നോക്കിയിട്ട് അവൾ ആ നീളം കഷ്ണത്തിൻ്റെ പിന്നാലെ പോയി നോക്കിയപ്പോഴേ ഈ കൃഷ്ണൻ അത് അങ്ങനെ ഇങ്ങോട്ട് ചീന്തി പട്ടുകോണം കൊടുത്ത് അതിൻ്റെ വാലിങ്ങനെ നീട്ടിയിട്ടില്ല. ഇന്ന് ബാക്കിയുള്ള കഷ്ണം ചീന്തുക രാമനും കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏട്ടാ പെരുങ്കള്ള നടക്ക ഇതേ കിട്ടിയുള്ളൂ പിച്ചി ചീന്താ, ഞാൻ എത്ര മോഹമായിട്ട് വാങ്ങിയതാ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ കഷ്ണം ഇങ്ങോട്ട് പിടിച്ചു വരിച്ചപ്പോളേ എന്നാ കൊണ്ടോക്കോ എൻ്റെ ഒരു സാരി എന്ന് പറഞ്ഞ് അതാണ് അഴിച്ചാടിട്ട് വന്നു. എങ്ങനെയുണ്ട്? പുലിവാല് പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വിളിച്ചാകുമ്പോൾ കുളി കഴിഞ്ഞ് വന്ന് കോണകവാല് പിടിക്കേണ്ടി വരുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല യശോദേ. എൻ്റെ മകനെ കൊണ്ടേ ഇപ്പം അത് കൂട്ടിയിട്ട് കൂടിയുള്ളൂ. ഇത്തം സ്ത്രീഭിസ്സഭയനയന ശ്രീമുഖാലോകിനീഭിർവ്യാഖ്യാതാർത്ഥ പ്രഹസിതമുഖീ മഹ്യുപാലബ്ധുമൈച്ഛൽ. അതൊക്കെ കേട്ട് അങ്ങനെ ചിരിച്ച് തല കുലുക്കിയെന്നല്ലാണ്ട് ആ വികൃതിക്കുട്ടനെ നിയന്ത്രിക്കാൻ അവിടെ ആരും പുറപ്പെട്ടില്ല. ഏകദാ ക്രീഡമാനാസ്തേ രാമ
രാമാദ്യാ ഗോപദാരകാഃ കൃഷ്ണോ മൃദം ഭക്ഷിതവാൻ ഇതി മാത്രേ ന്യവേദയൽ. അമ്മേ, എന്താ ഈ കൃഷ്ണൻ മണ്ണ് തിന്നു? കണ്ണൻ മണ്ണ് തിന്നു. മണ്ണ് തിന്നേ? മണ്ണ് തിന്നു എന്ന് അവർ പറഞ്ഞതാ, മണ്ണ് തിന്നിട്ടല്ല. കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ എടുത്ത് വെച്ചത് ആ പഴം. കുറേ പഴങ്ങളുണ്ടായിരുന്നു, ഒക്കെ കൃഷ്ണൻ ഒറ്റയ്ക്കാണ്ട് മുഴുകി. കൂട്ടുകാർ വന്ന് ചോദിച്ചപ്പോൾ പറയാ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോഴേക്കും ബലരാമൻ ചൂടായി, എവിടെടാ വെച്ചത്? സൂക്ഷിച്ചു വെച്ചെടുക്കുക അത്ര, ഇങ്ങോട്ട് എടുക്ക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. കൊടുത്തില്ലല്ലോ, ഇങ്ങോട്ട് എടുക്കണം, ഇവിടെ നിൽക്കുക. അപ്പോഴാണ് ഏട്ടനും കൂട്ടുകാരും കൂടി അമ്മോട് പോയിട്ട് കണ്ണം മണ്ണ് എന്ന് പറഞ്ഞത്. എന്താ കൃഷ്ണ, നിനക്ക് അമൃതൊന്നും തിന്നാൻ തരുന്നില്ലേ? മണ്ണ് വേണോ നിനക്ക് തിന്നാൻ? തുറക്കവായാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു യശോദ. അപ്പൊ ഭഗവാൻ പറയും, നാഹം ഭക്ഷിതമാനമ്പ സർവേ മിഥ്യാഭിശംസിന. ഒക്കെ നുണയന്മാരാ. യതി സത്യഗിരസ്തരിഹി സമക്ഷം പശ്യമേ മുഖം. ഞാനല്ലേ മുമ്പിൽ നിൽക്കുന്നത്, അവരാണോ ഞാനാണോ നുണയെന്നറിയാൻ എൻ്റെ വായതൊന്ന് നോക്കിയാൽ അവരെ കണ്ടോളൂ പറഞ്ഞിട്ട് യദ്യേവം തരിഹി വ്യാദേഹി ഇത്യുക്ത. നാ തുറക്കാം. സ ഭഗവാൻ ഹരി വ്യാദത്താവ്യാഹതൈശ്വര്യ ക്രീഡാ മനുജബാലകഃ സാ തത്ര ദദൃശേ വിശ്വം ജഗത്സ്ഥാസ്നു ചഖം ദിശ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം സവായുഅഗ്നീന്ദു താരകം. ആ യശോദ ഈ കുഞ്ഞ് വായട് തുറന്നപ്പോൾ അതിലിനി എന്തൊക്കെയാ കാണാനുള്ളത്? ബാക്കി ഒന്നുമില്ല. സമസ്ത പ്രപഞ്ചങ്ങളും സാദ്രിദ്വീപാബ്ധി ഭൂഗോളം ജഗത്ത്, ചരാചരാത്മകമായ പ്രപഞ്ചം മുഴുവനുണ്ട് ഈ ഉണ്ണിയുടെ വായല്. മാത്രമല്ല ആ ജഗത്തിൽ ഒരു യശോദരിക്കുണ്ട്. ആ യശോദര മുമ്പ് ഒരു കൃഷ്ണൻ, ആ കൃഷ്ണൻ്റെ വായല ആദ്യതൊക്കെ അവിടെ ഒരു യശോദ. അവിടെ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് കണ്ടു തുടങ്ങിയപ്പോൾ യശോദയ്ക്ക് മനസ്സിലായി, ഞാനടക്കം സർവവും ഈ കൃഷ്ണനിലാണ് ഇരിക്കുന്നത്. ഇത്തം വിദിത തത്വായാം ഗോപികായാം സ ഈശ്വരഃ വൈഷ്ണവീം വ്യതനോന്മായാ പുത്രസ്നേഹമയീ വിഭുവൂ. അമ്മ പരമതത്വം മനസ്സിലാക്കിയിരിക്കുന്നു. യശോദമ്മ പരമതത്വം മനസ്സിലാക്കിയാലേ കുറച്ചു നേരം കഴിഞ്ഞ വയസ്സാ പാല് കിട്ടില്ല. ഈ പരബ്രഹ്മത്തിന് എന്തിനാ അമ്മിഞ്ഞ പാല് എന്ന് വിചാരിക്കും. അതുകൊണ്ട് വേഗം ഒരു ചിരി ചിരിച്ചു. ആ ചിരി കണ്ടതോട് കൂടിയിട്ട് യശോദ എല്ലാം മറന്നു. പിന്നെ ആ കുഞ്ഞിനെ മടിയിലിരുത്തി പാല് കൊടുക്കാൻ തുടങ്ങി. ഇത്രേ പരീക്ഷത്ത് രാജാവ് തലയിൽ കൈവച്ചു. എൻ്റെ സുഖമഹർഷേ, ഇത് എങ്ങനെയാണ്? മന്ദക്കിമകരോ ബ്രഹ്മൻ ശ്രേയ ഏവം മഹോദയം യശോദാച മഹാഭാഗാ പപൗ യസ്യ സ്തനം ഹരിഃ. ലോകൈകനാഥനായിരിക്കുന്ന ജഗന്നാഥന് മടിയിലിരുത്തി ഇങ്ങനെ കുടിക്കേ കുടിക്കേ കുടിക്കേ, നല്ലോണം കഴിക്കേ എന്ന് പറഞ്ഞ് പാല് കൊടുക്കാൻ യശോദ എന്ത് പുണ്യം ചെയ്തു. നന്ദഗോപൻ എന്ത് തപസ് ചെയ്തു? പണ്ട് അഷ്ടവസുക്കളിൽ പ്രധാനിയായിരുന്ന ദ്രോണര് തൻ്റെ പത്നിയായ ധരയോട് കൂടിയിട്ട് ഭഗവാനെ വാത്സരിക്കാൻ ഭാഗ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് തപസ് ചെയ്യുന്നതിൻ്റെ ഫലമാണ് അവരിപ്പോൾ യശോദയും നന്ദഗോപുരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാദികൾക്ക് പോലും
ഈ യശോദയുടെ ഭാഗ്യം കണ്ടിട്ട് എന്താ ശരിയാത്തതായ അത്ഭുതം. ബ്രഹ്മനും ഇന്ദ്രനും മനതിൽ പൊറാമൈക്കൊള്ള ഉരലിൽ കട്ടി വായ്പൊത്തി കഞ്ച വൈത്താൻ കണ്ണനെ ഉരലിൽ കട്ടി വായ്പൊത്തി കഞ്ച വൈത്തായ് തായേ എന്നതവം ചെയ്തൻ കിം അകരോത് ബ്രഹ്മൻ യശോദാ ച മഹാഭാഗാ ശ്രേയ ഏവം മഹോദയം യസ്യാസ്തനം പപൗ ഹരിഃ കിമകരോത് ശ്രേയഃ യശോദാ എന്നതവം ചെയ്തൻ. എന്ത് തപസ് ചെയ്തു? ഏകദാദധി വിമാധകാരിണി മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ തമാദിശന്നങ്കമേത്യ പപിവാൻ പയോധരം. പരീക്ഷത്തെ എന്നാൽ അടുത്തതും കൂടി കേട്ടോളൂ. ഒരു ദിവസം അമ്മ ഈ ഉണ്ണികൃഷ്ണനെ മടിയിലിരുത്തി പാല് കൊടുക്കുന്ന സമയത്ത് അടുപ്പത്ത് തളച്ചു പോണ പാലിന്റെ ശബ്ദം കേട്ടപ്പോൾ വേഗം കൃഷ്ണനെ താഴത്ത് ഇറക്കി വെച്ച് അതെടുക്കാൻ ഓടി. അലോഗ്യായി. സാമീപേതരസഭംഗസംഗതക്രോധഭാരപരിഭൂതചേതസ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ എന്നൊക്കെ മേൽപ്പത്തൂര് പാടി. ഭാഗവതം പറയണോ? അവിടെ ഒരു കല്ല് കിടന്നായിരുന്നു അത്ര. യശോദമ്മയ്ക്ക് എന്നെ എടുക്കാനേക്കാളും ഇഷ്ടം പാലിനെ എടുക്കാനാണ്, അതുകൊണ്ടല്ലേ എന്നെ താഴ്ത്തി വെച്ചിട്ട് പാലിനെ എടുക്കാൻ പോയത്, കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കണ ഒരു കല്ലെടുത്തിട്ട് ഒറ്റ കൊടുത്തു. അതങ്ങോട്ട് തട്ടി സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സന്ദശ്യദദ്ധി പല്ലങ്ങനെ കടിച്ച് ദധിമന്ധഭാജനം ഭിത്വാ മൃഷാശ്രുദൃശദസ്മനാരഹ. ഒളിച്ചു നിന്നിട്ടാ പ്രയോഗം. മാത്രമല്ല ആ ഇടയില് അവിടെ കുറച്ച് വെണ്ണയൊക്കെ ഉണ്ടായിരുന്നു, അത് വേഗം എടുത്ത് സാപ്പിട്ടു. കാരണം രാവിലെ എണീറ്റ് പാല് കുടിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോൾ ഈ വീരനാട്യം ഒക്കെ കഴിയുമ്പോഴേക്കുമുള്ള ക്ഷീണം ഉണ്ടാവും ചെയ്യും, നമ്മുടെ നിന്ന് വെറുതെ തല്ല് കിട്ടുകയും ചെയ്യും. അപ്പോൾ വെറുതെ അതൊന്നും മേടിച്ച് വെക്കണ്ടല്ലോ, കിട്ടിയത് എന്താ വെച്ചാൽ മിടുങ്ങുക എന്ന് കണക്കാക്കി ആ വെണ്ണയൊക്കെ എടുത്ത് കഴിച്ചു. ഉത്താര്യ ഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സന്ദൃശ്യ ച ദധ്യമത്രകം ഭഗ്നം വിലോക്യ. സാധാരണ ഈ നാടകത്തിലേക്കൊക്കെയാണല്ലോ യശോദ പ്രവേശിക്കുന്നു. അപ്പം അതേപോലെ ഭഗവാന്റെ ആ കേളി രംഗത്തിലേക്ക് യശോദ പ്രവിശ്യാണ്. യശോദ അവിടെ എടുത്തു വയ്ക്കാൻ പോയതാ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഭഗവാന്റെ ആ കേളി രംഗം. അപ്പം ആ സ്റ്റേജിലേക്ക് വരണ യശോദയെ അഭിനേത്രിയെ പോലെ ഉത്താര്യ ഗോപി സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ. അവിടുന്ന് പിന്നെ ആദ്യം ഇവിടെ പ്രവേശിച്ചു. പ്രവേശിച്ചപ്പോൾ എന്താ അവിടെ സന്ദൃശ്യത് ദധ്യമത്രകം ഭഗ്നം. ആ പാത്രമൊക്കെ പൊട്ടിക്കണ്ണു. മാത്രമല്ല പൊട്ടിയ പാത്രം മാത്രമേ അവിടെ കാണാനുള്ളൂ.
കൃഷ്ണൻ അവിടെ കാണാനില്ല. അന്വേഷിച്ച് പിന്നാലെ പോയി നോക്കി. പോയ വഴിയൊക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഈ തൈരിൽ ചവിട്ടി പോയതുകൊണ്ടേ ഏതിയെ പോയി എന്ന് മനസ്സിലാവരുത് എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും പോയ വഴിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ യശോദ പിന്നാലെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ഒരലുണ്ട്, ഒരു മുക്കിലിരിക്കണ ഒരല. ആ ഒരലിൻ്റെ മീതെ കയറി ആ ഒരക്കുഴിയിൽ ഈ വെണ്ണക്കെട്ട് അവിടെ നിന്ന് അത് മിണുങ്ങിക്കൊണ്ടിരിക്കുക. മാത്രമല്ല വേറെ കുറേ കാക്ക, പൂച്ച, അതുമാതിരിത്തെ വാനരങ്ങൾ ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വെണ്ണ അങ്ങനെ ഉരുട്ടി അങ്ങനെ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണ കൃഷ്ണനെ കണ്ടപ്പോൾ യശോദയ്ക്ക് ചിരി വന്നു. ചിരിക്കയുടെ ശബ്ദം കേട്ടപ്പോൾ കൃഷ്ണൻ നോക്കിയപ്പോഴാണ് ആത്ത എഷ്ടി വടിയുണ്ട് അമ്മയുടെ കയ്യിൽ. ചാടി ഒരലിൻ്റെ മുകളിൽ നിന്ന് ഓടി. യശോദ പിന്നാലെ നിക്കടാ എന്ന് പറഞ്ഞ് ആരുടെ പിന്നാലെ ഓടുന്നത്? ഗോപ്യൻവധാവൽ നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. ഗോപി ആരുടെ പിന്നാലെ ഓടുന്നത്? ഞങ്ങൾക്ക് വേറെ നാഥനില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പിന്നാലെ നടന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് എത്രയോ മഹാത്മാക്കളെ ജന്മാന്തരങ്ങളിൽ ഈ കൃഷ്ണന്റെ കാലടികളെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടിയിട്ട് മോഹിച്ച് ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. ഞങ്ങൾക്ക് ഗുരുവായൂരപ്പ മാത്രമേ ഉള്ളൂ ആശ്രയം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. ഗോപാലമേവ ദൈവതം ഭജേ സദ ഗോപാലമേവ ദൈവതം ഭജേ സദ ഗോപാലം ഏവ ദൈവതം. എന്നിട്ട് അവർക്ക് കിട്ടിയോ ഇല്ല. ക്ഷമം പ്രവേട്ടും തപസേരിതം മന. ഗോപ്യന്വധാവൽ മയമാപയോഗിനാം ക്ഷമം പ്രവേട്ടും തപസേരിതം മനഃ. അങ്ങനെ ഉള്ള ആ ഭഗവാന്റെ പിന്നാലെ അഴിഞ്ഞ തലമുടി, കൊഴിഞ്ഞ പൂക്കള് ഒക്കെ ആയിട്ട് യശോദ അങ്ങനെ ഓടി കിട്ടുന്നില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാണ്ട വീട്ടില്ല ഞാൻ കൃഷ്ണ, നീ എന്ത് ഓടിയിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നാലെ വരണ അമ്മ ആകെ ക്ഷീണിച്ച് അവശയായിട്ടുണ്ട്. ഓടിച്ചെന്ന കൃഷ്ണനെ പിടിച്ചു. കൃതാഗസം തം പ്രരുദന്തമക്ഷിണി കഷന്തമഞ്ജന്മഷിണി സ്വപാണിന. തൻ്റെ ആ കൈകൊണ്ട് കൺമഷീൻ, ആ കണ്ണും ഒക്കെ ഇങ്ങനെ തിരുമ്പി എങ്ങനെയൊക്കെയോ കണ്ണുനീരൊക്കെ വരുത്തിയിട്ട് തെറ്റ് ചെയ്തതല്ലേ. അമ്മ രണ്ടും കയ്യും കൂട്ടിയിട്ട് പിടിച്ചപ്പോൾ പെട്ടു നോക്കുക. ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം. പേടിച്ച മുഖത്തോട് കൂടിയിട്ട് കൊണ്ട് നോക്കി വെക്കുക ഈ കൃഷ്ണൻ. യശോദ ചൂടായി. എന്താ കണക്ക് എന്നൊക്കെ പറഞ്ഞു യശോദ ദേഷ്യപ്പെടാൻ പുറപ്പെട്ടപ്പോഴേക്കും പേടിച്ചു. ഉറക്ക കരയാൻ തുടങ്ങി. വേഗം യശോദക്ക് അതിലേറെ പേടി. കൃഷ്ണൻ പേടിച്ചു എന്ന് കണ്ടപ്പോൾ യശോദ അതിലേറെ പേടിച്ചു. വേഗം തിക്കായട്ടിൻ സംഭീതം വിജ്ഞായ ഭഗവത്സല. വാത്സല്യമുണ്ടേ, വാത്സല്യം ശുണ്ഠിയേക്കാൾ മീതെ. അപ്പോൾ ശുണ്ഠി തോറ്റു, വാത്സല്യം ജയിച്ചു. വടി കളഞ്ഞു, കൃഷ്ണൻ്റെ കരച്ചിലും പോയി. നന്നെ ശിക്ഷിക്കാതെ ഞാൻ വിടില്ല. നോക്കിക്കോ. ഇയേഷ കില തമ്പുദ്ധം കോവിദ. ആ ഭഗവാന്റെ വീര്യത്തെ ശരിക്കും യശോദയ്ക്ക് അറിയില്ലല്ലോ. പിടിച്ചു കെട്ടാനായിട്ട് പുറപ്പെട്ടു. ആരെ? അകവും പുറവും ഇല്ലാത്തവനെ, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനെ. പ്രപഞ്ചമൊക്കെ ആരുള്ളിലിരിക്കുന്നുവോ
പ്രപഞ്ചത്തെക്കാളും വലുതായിട്ടിരിക്കുന്നത് യാതൊന്നോ അങ്ങനെയുള്ള ഭഗവാനെ വെറും ഒരു കുഞ്ഞാണ് എന്ന് വിചാരിച്ച് ഒരു പ്രാകൃതനായ ഒരാളെ കെട്ടിടുന്നത് പോലെ യശോദ കെട്ടിടാൻ പുറപ്പെട്ടു. കയറ് കൊണ്ടുവന്ന് കെട്ടാൻ നോക്കുമ്പോൾ 2 വിരൽ നീളം കുറവാ. വേറെ കൊണ്ടുവന്നു, അതും കുറവാ. വേറെ കൊണ്ടുവന്നു, അതും കുറവ്. വേറെ കൊണ്ടുവന്നു, കുറവ്. വേറെ ഒക്കെ കുറവ്. ഏവം സ്വഗേഹദാമാനി യശോദാ സന്ദധത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാ. എന്താ ഈ കൃഷ്ണനെ കെട്ടാൻ പറ്റാത്തത്? സ്വമാതു സ്വിന്നഗാത്രായ വിസ്രസ്തകബരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ ഉപയാസി സ്വബന്ധം. പാവമ്മ എന്നെ കെട്ടണമെന്ന് വിചാരിച്ച് എൻ്റെ പിന്നാലെ ഓടിയിട്ട് എന്നെ പിടിച്ചിട്ടും കെട്ടാൻ പറ്റാണ്ട് ആകെ തളർന്നിരിക്കണം എന്ന് വിചാരിച്ച ഭഗവാൻ തൻ്റെ ബന്ധനത്തിന് സമ്മതിച്ചു. ഇപ്രകാരത്തിൽ ഭഗവാൻ ഭൃത്യന്മാർക്ക് താൻ വശപ്പെട്ടവനാണ് എന്ന് പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഭഗവാന്റെ ബന്ധനത്തിൽ കടക്കുന്നതാണ് ലോകപാലന്മാരോട് കൂടിയതായി ഈ ലോകം തന്നെ. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ തന്നെ തന്നിൽ ബന്ധിച്ചിരിക്കുന്ന ആ ഭഗവാന് സ്വയം ബന്ധനത്തിന് ആവേണ്ട ആവശ്യമില്ലെങ്കിലും ഞാൻ എൻ്റെ ഭൃത്യന്മാർക്കൊരു ഭൃത്യനെ പോലെയാണ് എന്ന് കാട്ടാൻ ഭഗവാൻ ചെയ്തതാണത്. നേമം വിരിഞ്ചോ ലഭതേ നേമം വിരിഞ്ചോ നഭവോ ശ്രീ അപ്യംഗ സംശ്രയ. ബ്രഹ്മാവോ മഹാദേവനോ ലക്ഷ്മി ദേവിക്കോ ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ ഭഗവാനെ ബന്ധിക്കാനുള്ള ഭാഗ്യം ഗോപിക്കാണ് കിട്ടിയത്, യശോദയ്ക്ക്. ഈ സുഖം ഭഗവാൻ അങ്ങനെ എല്ലാവർക്കും കൊടുക്കണമെന്നല്ല. ഇത്ര അധികം ഭഗവാൻ സ്വാധീനനാവുക, ഭഗവാനോട് ഇത്ര അധികം സ്വാതന്ത്ര്യത്തിൽ പെരുമാറാൻ സാധിക്കുക എന്ന് പറയുന്നതായ സുഖം എല്ലാവർക്കും കൊടുക്കണമെന്നല്ല. ദേവദേവന്മാർ ഭഗവാനെ നമസ്കരിക്കാൻ വരുമ്പോൾ ഭഗവാന്റെ ഒരു പാദപീഠമുണ്ട് അവിടെ, അതാണ് നീക്കിയിട്ട് കൊടുക്കുക ചെയ്യുക അവർക്ക് നമസ്കരിക്കാൻ. അല്ലാണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ അടക്കവിടെ സ്ഥീയതാം ചിരമുലൂഖലേഖല പെരുകൊള്ളൻ. അപ്പൊ ഈ കൃഷ്ണനെ യാചിക്കണം. ഉരലിൽ കെട്ടി വായ്പൊത്തി കഞ്ചവൈത്തായി കണ്ണനെ ഉരലിൽ കെട്ടി വായ്പൊത്തി കഞ്ചവൈത്തായി കണ്ണനെ ഉരലിൽ കെട്ടി വായ്പൊത്തി കഞ്ചവൈത്തായി. ആത്മഭൂതന്മാരായ ജ്ഞാനികൾക്കൊന്നും ഈ ഭാഗ്യം ഭഗവാൻ കൊടുത്തിട്ടില്ല. അമ്മ അവിടെ കിടക്കാൻ എന്ന് പറഞ്ഞ് കെട്ടിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. അപ്പോഴാണ് പണ്ട് നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് നാരദ മഹർഷിയെ കണ്ടിട്ടും കണ്ടു നടിക്കാണ്ട് അഹങ്കാരികളായിട്ട് നടന്ന കുബേരൻ്റെ മക്കൾ നളഗോപര മണിഗ്രീവന്മാര് മരങ്ങളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചു,
ദേവഋഷിർമേ പ്രിയതമഃ. ദേവഋഷി നാരദര് എനിക്ക് പ്രിയപ്പെട്ട ആളാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇച്ഛ നടക്കണം എന്ന് വിചാരിച്ച് യതിമൗധനദാത്മജൗ തത്തഥാ സാധയിഷ്യാമി യദ്ഗീതം തന്മഹാത്മനാ. അങ്ങനെ ഭഗവാൻ തൻ്റെ നളിന മനോഹരമായ കാന്തി എഴുന്നതായ ആ പാദങ്ങളും പ്രദർശിപ്പിച്ചും കൊണ്ട് ഒരലും വലിച്ച് അങ്ങനെ നടന്ന് അതുപോലെ നളിന മനോഹരമായ കാന്തി എഴുന്നതായ തൃക്കരങ്ങൾ കൊണ്ട് ആ മരങ്ങളെ ഒന്നട് സ്പരിശിച്ചതോടു കൂടിയിട്ട് അവര് കെട്ടി പറഞ്ഞാൽ വീണു. അവരതിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദിവ്യവൃഹന്മാർ രണ്ടുപേര്, നളകൂപി മണിഗ്രീവന്മാര്, തങ്ങൾക്ക് തെറ്റിയ പറ്റ ഇനി തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇനി പറ്റരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഭഗവാനെ സ്തുതിക്കുന്നു. വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യ ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂന. ഞങ്ങളുടെ വാക്കുകൾ അങ്ങയെ സ്തുതിക്കാനാവട്ടെ, ഞങ്ങളുടെ കാതുകൾ അങ്ങയെക്കുറിച്ച് കേൾക്കാനാവട്ടെ, ഞങ്ങളുടെ കണ്ണുകൾ സജ്ജനങ്ങളെ കാണാനാവട്ടെ, ഞങ്ങളുടെ ശിരസ് ഭഗവത് പദങ്ങളെ നമസ്കരിക്കാനാവട്ടെ, ഞങ്ങളുടെ പാദങ്ങൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടി സഞ്ചരിക്കാനാവട്ടെ, ഞങ്ങളുടെ കൈകൾ അങ്ങേക്ക് കൈകര്യം ചെയ്യാനാവട്ടെ എന്നിങ്ങനെ കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത് എന്നിങ്ങനെ അവർ സ്തുതിച്ചു ഭഗവാനെ നമസ്കരിച്ച് അവിടുന്ന് പോയി. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഒരു സുപ്രഭാതത്തിൽ ധാരാതൊരു പാത്രം കൊണ്ടുവരുന്നുണ്ടല്ലോ. ക്രീണീഹി ഭോ ഫലാനീതി ശ്രുത്വാ. പഴം വേണോ? പഴം 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 എന്ന് പറഞ്ഞ ഒരു പഴക്കാരി. ആ കുറച്ച് പഴം എനിക്കും തരുമോ വെച്ച് ഭഗവാനെ വിളിച്ചൊന്നു. വെറുതെ ഒന്നും വേണ്ട. അപ്പൊ ആ പഴക്കാരിക്ക് ഈ കുട്ടി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. ആ പഴക്കാരി വേഗം കയ്യിലുള്ള പഴമൊക്കെ അവിടെ കൂട്ടി കൊടുത്തു. നീ എടുത്തോ, വേണ്ടോ? അയ്യോ അത്രയൊന്നും വേണ്ട, എനിക്ക് രണ്ടെണ്ണം മതി, ബാക്കിയൊക്കെ അത് തന്നെ ഇട്ടോളൂ. കുറച്ച് പഴമൊക്കെ ഭഗവാൻ മേടിച്ചു. പോണ്ട, നിൽക്ക, എന്തോ എടുത്തും കൊണ്ട് വരാൻ പോയിരിക്കുക. അവിടെ ചെന്ന് എന്തൊക്കെയോ കുറച്ച് ധാന്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് പഴം തന്നപ്പോൾ അങ്ങോട്ട് ആ ധാന്യം കൊടുക്കുക. അങ്ങനെ രണ്ട് കയ്യിലും ധാന്യങ്ങളൊക്കെ പിടിച്ച് എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരിക അവൾക്ക് കൊടുക്കാൻ. പഴം വേണോ, പഴം പഴം വേണോ, പഴം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് അവിടെ ഉമ്മർപ്പടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തട്ടി ചടപടപടപടയും അവിടെ വീണു. അപ്പോൾ ഒരു ഇതായി. ഇനി ആകെ 4 മണിയൊറ്റേ കയ്യിലുള്ളൂ. അവിടെ കിട്ടിയതൊക്കെ വേഗം പെറുക്കി ഫലാർത്ഥി ധാന്യമാദായ യയൗ സർവഫലപ്രദഃ. എല്ലാവർക്കും എല്ലാ ഫലവും കൊടുക്കുന്ന ഭഗവാൻ പഴം വാങ്ങാൻ വേണ്ടി കുറച്ച് ധാന്യങ്ങൾ കൊടുത്ത് അങ്ങോട്ട് തന്നു. ഫലവിക്രയിണീ തസ്യച്യുതധാന്യം കരദ്വയം ഫലൈഹി
അപൂരയദ്രത്നൈ ഫലഭാണ്ഡമപൂരിച്ച. ആ ഫലവിക്രയിണിയുടെ കൊട്ടയിലേക്ക് അവശേഷിച്ച 2 മണി എന്നാ കൊണ്ടൊക്കോ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും ആ പഴക്കൊട്ട നിറച്ച രത്നങ്ങളായി തീർന്നു. കളിക്കാൻ പോണ സമയത്ത് കൂട്ടുകാരൊക്കെ കൃഷ്ണനെ അർജുന